എല്ലാ പ്രിയപ്പെട്ടവർക്കും ട്രേഡർ സ്ട്രീറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾക്ക് തിങ്കളാഴ്ച ട്രേഡിങ്ങിന് വേണ്ടി എടുത്തു വെച്ചിട്ടുള്ള ഷെയറുകളാണ് ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 20 ഷെയർ എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ പറയുന്നതായിട്ടുള്ള രീതിയിൽ ചാൻസ് വരുമ്പോൾ നമുക്ക് ഷോർട്ട് സെല്ല് ചെയ്യാൻ വേണ്ടിയുള്ള ഷെയറുകളാണ് ഇതെല്ലാം. അതിൽ ഒരു ഷെയർ മാത്രം ഇന്നലത്തെ, അതായത് ഫ്രൈഡേയിലെ ആവറേജ് റേഞ്ച് വന്നിട്ട് ഇറങ്ങുവാണെങ്കിൽ ചാൻസ് എടുക്കുക. അതാണ് തിരുമല കെമിക്കൽ എന്ന് പറയുന്ന ഈ ഷെയർ ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് 238-39 അതിൻ്റെ ഇന്നലത്തെ ആവറേജ്. പിന്നീട് ഇതിൽ ബാക്കിയുള്ള ഷെയറുകളെല്ലാം നമ്മൾ ചെയ്യുന്ന രീതിയിൽ തന്നെ ചാൻസ് കിട്ടുമ്പോൾ എടുക്കുക, ഷോർട്ട് സെല്ല് ചെയ്യുക, അതിനുശേഷം പ്രോഫിറ്റ് വരുമ്പോൾ ബുക്ക് ചെയ്യുക. അതല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് അടിക്കുകയാണെങ്കിൽ അത് അങ്ങനെ. സ്റ്റോപ്പ് ലോസ് ഇടുന്ന രീതിയൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. അതായത് ഞാൻ ചെയ്യുന്ന രീതിയുടെ വീഡിയോ ഇതിനകത്ത് ഐ ബട്ടണിൽ കൊടുക്കാം, അപ്പോൾ നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാകും. പുതുതായിട്ട് കാണുന്നവർ ആ ഒരു വീഡിയോ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഡെയിലി ട്രേഡിങ്ങിലുള്ള ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. അതും ഡെയിലി നമ്മൾ ഷെയറിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക. അപ്പോൾ ആ ഷെയറിനകത്ത് ചാൻസസ് വരുന്നതൊക്കെ ഞാൻ ഈവനിങ്ങിൽ വീഡിയോ ഇട്ട് ചെയ്യാറുണ്ട്. 8-10 മിനിറ്റിൻ്റെ അല്ലെ 12 മിനിറ്റിൻ്റെ ഒക്കെ ഒരു വീഡിയോ ആയിരിക്കും. അപ്പോൾ അത് നമ്മൾ പൂർണ്ണമായിട്ട് കണ്ട് മനസ്സിലാക്കുക. അവിടുന്ന് ഇവിടുന്ന് കണ്ടിട്ട് നമുക്കൊന്നും മനസ്സിലാകാത്ത രീതിയിൽ കണ്ടിട്ട് കാര്യമില്ല. അതുപോലെ നമ്മൾ ലൈവ് മാർക്കറ്റ് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുള്ളൂ. അല്ലാതെ പിന്നെ ഒരു ദിവസം 2 ദിവസം കൊണ്ട് പഠിക്കാവുന്ന കാര്യങ്ങളല്ല. ലൈവ് മാർക്കറ്റിൽ പല രീതിയിലുള്ള മൂവ്മെൻറ്റും ഓരോ ഷെയറിനകത്തുണ്ട്. അപ്പോൾ ആ മൂവ്മെൻറ്റ് നമ്മൾ പിടിച്ചെടുക്കാൻ ശ്രമിക്കണം. ഇപ്പോൾ ഒരു ഷെയറിനകത്ത് നമ്മൾ സെല്ല് ചെയ്തു, ചെറിയ പ്രോഫിറ്റ് തന്നിട്ട് തിരിച്ചു പോയി സ്റ്റോപ്പ് ലോസ് അടിച്ചു, വീണ്ടും അതിനകത്ത് താഴോട്ട് വരുമ്പോൾ നമുക്ക് വീണ്ടും എൻട്രി എടുക്കാം. ആ ലെവൽ കട്ട് ചെയ്യുന്ന സമയത്ത് വീണ്ടും എൻട്രി എടുക്കാം. പക്ഷേ വീണ്ടും പോയി സ്റ്റോപ്പ് ലോസ് അടിച്ചാൽ നമ്മൾ ആ ഷെയറിനകത്ത് വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്തിട്ട് അത് ഏതെങ്കിലും ഒരു റേഞ്ചിലാണോ പിന്നീട് ട്രേഡ് ചെയ്യുന്നതെന്ന് ശ്രദ്ധിക്കണം. ഒരു അരമണിക്കൂറൊക്കെ നമ്മൾ വാച്ച് ചെയ്യുമ്പോൾ ആ ഷെയറിൻ്റെ കാര്യങ്ങൾ മനസ്സിലാകും. അപ്പോൾ നമ്മൾ ആ റേഞ്ച് കിട്ടിക്കഴിഞ്ഞാൽ ആ റേഞ്ചിന് മുകളിലത്തെ റേഞ്ച് വരുമ്പോൾ സെല്ല് ചെയ്ത് വിടുക. ഏകദേശം താഴെ അടുത്ത് വരുമ്പോൾ ബൈ ചെയ്ത് വിടുക. വീണ്ടും തിരിച്ച് വരുമ്പോൾ സെല്ല് ചെയ്ത് വിടുക. വീണ്ടും ആ റേഞ്ച് വരുമ്പോൾ ബൈ ചെയ്യുക. എപ്പോഴാണ് റേഞ്ചിൽ നിന്ന് വെളിയിൽ പോകുന്നോ പിന്നെ നമ്മൾ അന്നത്തെ ദിവസം ഷെയറിൽ ട്രേഡ് എടുക്കരുത്. ഇതിനകത്തിപ്പം നമ്മൾക്ക് നല്ല ചാൻസ് തരാൻ സാധ്യതയുള്ള കുറേ ഷെയറുകളുണ്ട്. അതിൽ നമ്മളിപ്പോൾ ഈ VGR എനർജി, ഈ ടോപ്പിൽ നിൽക്കുന്ന ഷെയറുകളെല്ലാം ഒരു R1 R2 റേഞ്ചിന് നല്ല ചാൻസ് തരും. ബാക്കിയുള്ള ചില ഷെയറുകൾ നമുക്കിപ്പം ഇതിൽ നോക്കട്ടെ. ഈ മെഡ് പ്ലസ് എന്നുള്ള ഷെയർ ഇതിൻ്റെ R1 കണ്ടില്ല 703. അപ്പോൾ 710-12 എവിടെ വേണമെങ്കിലും അടിച്ചിട്ട് ഇതിനുള്ളിൽ എവിടെയെങ്കിലും ട്രേഡായിട്ട് ഈ 703 താഴെ വന്നാൽ നമുക്ക് ചാൻസ് എടുക്കാം. അതല്ല നേരെ കയറി പോവുകയാണെങ്കിൽ ഈ 725 മുകളിൽ പോയി തിരിച്ചിറങ്ങുവാണെങ്കിൽ എടുക്കുക. അതല്ലെങ്കിൽ അവിടെ എടുക്കരുത്. മുകളിലോട്ടാണെങ്കിൽ പൊക്കോട്ടെ. ഏത് ലെവലിൽ നിന്നാണോ തിരിഞ്ഞ് താഴോട്ട് വരുന്നത് ആ ലെവലിന് താഴെ വരുമ്പോൾ എൻട്രി എടുത്തിട്ട് അതേ സമയം ആ ഒരു അന്നേരം വന്നിട്ടുള്ളൊരു ഹൈ കാണുമല്ലോ, ആ ഹൈയുടെ മുകളിൽ കൊണ്ട് സ്റ്റോപ്പ് ലോസ്, ഹൈയുടെ മുകളിൽ കൊണ്ട് സ്റ്റോപ്പ് ലോസ് ഇടുക. പിന്നീട് ഇതിനകത്ത് ഈ ഷെയർ വൊക്കാട്ട് ഫാർമ ചിലപ്പോൾ 500 മുകളിൽ ഇതിന് മുകളിൽ ട്രേഡായിട്ട് ഇതിന് താഴോട്ട് ഇറങ്ങുകയാണെങ്കിൽ നല്ല ചാൻസ് ആയിരിക്കും. 505, 507 ഒക്കെ വന്നിട്ട് 503 കട്ട് ചെയ്ത് വരികയാണെങ്കിൽ നല്ല ചാൻസ് ആയിരിക്കും. അതല്ല എങ്കിൽ ഈ ലെവലിൽ പോയിട്ട് ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് ഇച്ചിരി സേഫാണ്. 511-80 ഒക്കെ വന്നിട്ട് എടുക്കുകയാണെങ്കിൽ. അതുപോലെ ഈ റെയിൻ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന ഷെയറും അതിൻ്റെ പ്രീവിയസ് ഡേ ഹൈയും R1 ഏകദേശം അടുത്തടുത്താണ്. അപ്പോൾ ഇത് രണ്ടിനും മുകളിൽ പോയിട്ട് ഈ 2 ലെവലിന് താഴെ വരുമ്പോൾ ആണെങ്കിൽ നല്ല ചാൻസ് ആയിരിക്കും. ചിലപ്പോൾ നല്ല രീതിയിൽ താഴോട്ട് പോകാൻ വേണ്ടിയുള്ളൊരു നല്ല ചാൻസ് ആയിരിക്കും. അതുപോലെ ഈ TMB എന്ന് പറയുന്ന ഷെയർ ഈ 510 ഒക്കെ വന്നിട്ട് ഈ റേഞ്ച് താഴോട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ പ്രീവിയസ് ഡേ ഹൈ കട്ട് ചെയ്യുകയാണെങ്കിൽ ചാൻസ് എടുക്കാം. അതല്ലെങ്കിൽ അടുത്ത റേഞ്ചിൽ പോയിട്ട് വരുന്നത്. ഇതിനകത്തൊക്കെ ഞാൻ ഇങ്ങനെ പറയുന്നതിന് കാരണം ഈ റേഞ്ചിൽ നിന്ന് തിരിഞ്ഞു പോകാൻ ചാൻസ് കൂടുതൽ. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. നമ്മൾ സൂക്ഷിച്ച് ചെയ്യുക.
എപ്പോൾ എൻട്രി എടുത്താലും അന്നേരം വന്നിരിക്കുന്ന ഹൈയുടെ മുകളിൽ സ്റ്റോപ്പ് ലോസ് ഇടുക പുതുതായിട്ട് ട്രേഡ് എടുക്കുന്നവരൊക്കെ. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ അതിനനുസരിച്ച് നമുക്ക് ട്രേഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ആ ഒരു എക്സ്പീരിയൻസിൻ്റെ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ ട്രേഡ് എടുക്കാൻ പറ്റും. ഇത്രയും വലിയ ചില സമയത്ത് വലിയ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടി വരും. ആ സമയത്ത് നമ്മുടെ ഒരു എക്സ്പീരിയൻസ് ആണ് അവിടെ വർക്കാവുന്നത്. അവിടെ ഇപ്പം നമുക്കറിയാം അതിൻ്റെ മൂവ്മെൻറ്റിൽ അറിയാം ഏകദേശം ഈ റേഞ്ച് വന്ന് വരാൻ ചാൻസ് ഉള്ളൂ എന്ന് മനസ്സിലാകുമ്പോൾ നമ്മൾ ആ റേഞ്ചിൽ എടുത്തിട്ട് നമ്മൾ 4 ലെവലിന് മുകളിൽ പോവുകയാണെങ്കിൽ സ്റ്റോപ്പ് ലോസ് കട്ട് ചെയ്ത് കളയുക. നമ്മളിപ്പോൾ ഒരു 20 ഷെയർ എടുത്തിട്ട് ഇതിൽ ചിലപ്പോൾ 8-9 ഷെയർ ആയിരിക്കും നമുക്ക് ചാൻസ് വരുന്നത്. ചില ഷെയറിനകത്ത് നല്ല രീതിയിൽ പ്രോഫിറ്റ് വരും, ചില ഷെയറിനകത്ത് ലിമിറ്റഡ് പ്രോഫിറ്റ് ആയിരിക്കും. അത്രയേ ഉള്ളൂ നാളത്തെ കാര്യങ്ങൾ. തിങ്കളാഴ്ചത്തേനുള്ള ഷെയർസിൻ്റെ ഡീറ്റെയിൽസ് ഇത്രയേ ഉള്ളൂ. ഇനി അടുത്തത് നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തിരുന്ന ഷെയറിനകത്ത് നമുക്ക് തന്ന ചാൻസുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിനകത്ത് ഇപ്പോൾ ഇത്രയും ഷെയറായിരുന്നു നമ്മൾ എടുത്തു വെച്ചിരുന്നത്. ഈ ജെനസിസ് എന്നൊക്കെ പറഞ്ഞ ഷെയർ, ഇത് ഒറ്റ ഷെയറാണ് നമ്മൾ എടുത്തിരുന്നത്. ആവറേജ് വന്നിട്ട് താഴെ പോവുകയാണെങ്കിൽ ഇതിൻ്റെ ആവറേജ് 521 ആയിരുന്നു. കറക്റ്റ് 525 എങ്ങാണ്ട് വരെ വന്നിട്ട് ഇത് താഴെ പോയി. പിന്നീട് നമുക്ക് 12 ഷെയറെ നമുക്ക് നല്ല ചാൻസ് തന്നു. കുറച്ച് ഷെയറിനെ ഞാൻ കാണിച്ചിട്ട് വീഡിയോ അവസാനിപ്പിക്കാം. ഈ കുറച്ച് കാണിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാകാൻ വേണ്ടിയാണ്. സ്ഥിരം കാണുന്നവരാണെങ്കിൽ ഇവിടെ തൊട്ട് സ്കിപ്പ് ചെയ്ത് നോക്കേണ്ട കാര്യമില്ല. ഇതിൽ ജെനസിസ് അതിൻ്റെ ആവറേജ് ഞാൻ പറഞ്ഞില്ല 521 ആണെന്ന്. നോക്കുക, ജെനസിസിൻ്റെ ഹൈ തണ്ടി ഇതാണ്. ഇവിടെ ഈ CPR ഹൈഡ് ചെയ്യുമ്പോൾ കാണാൻ പറ്റും, കണ്ടില്ലേ? ഇവിടം വരെ 525 വരെ വന്നു. നമ്മൾ 521 താഴെ വരുമ്പോൾ നമ്മൾ എൻട്രി എടുക്കും. 21 താഴെ എൻട്രി എടുത്താൽ നമുക്ക് 493 വരെ. പിന്നെ ഇത് കണ്ടില്ലേ, ഒരു വൺ സൈഡ് മൂവ്മെൻ്റ് തരുന്നത് താഴോട്ട്. അപ്പോൾ നമുക്ക് 493 എന്ന് പറയുമ്പം ഏകദേശം 26-27 രൂപ പ്രോഫിറ്റ് അത് തരുന്നുണ്ട് ആ ഷെയർ. പിന്നെ നമുക്ക് ചാൻസ് തന്ന KIOCL എന്ന് പറയുന്നത്, KIOCL ഓപ്പണിങ്ങിൽ തന്നെ പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ പോയി പ്രീവിയസ് ഡേ ഹൈയുടെ താഴെ വന്നു. പ്രീവിയസ് ഡേ ഹൈയുടെ താഴെ വന്ന് നമ്മൾ ഈ 514-15 റേഞ്ച് എൻട്രി എടുത്താൽ ഇവിടെ വരുമ്പോൾ 495, സെയിം 495. ലാസ്റ്റ് ആകുമ്പോഴത്തേന് 483 വരും. ലാസ്റ്റ് വരെ വെയിറ്റ് ചെയ്യുന്നവർക്ക് ലാസ്റ്റ് വരെ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ഈ റേഞ്ചിലൊക്കെ കട്ട് ചെയ്യാൻ പറ്റും യൂസ് ചെയ്യേണ്ട. ഇത്രയും വെയിറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഒരു ക്ഷമയില്ലാത്തതുകൊണ്ട് നമ്മൾ ഇത്രയും വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. എന്തായാലും ഒരു മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്യുന്നവർക്ക് 486 എന്ന് പറയുമ്പോൾ 515 25-30 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് അതിനകത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ മാക്സിമം ഒരു ഷെയറിനകത്ത് ഞാൻ നോർമൽ എൻട്രി ചെയ്താൽ എനിക്കൊരു 10 മിനിറ്റിനുള്ളിൽ തന്നെ ഞാൻ പ്രോഫിറ്റ് ബുക്ക് ചെയ്യും. അല്ല ചില ഷെയറുകൾ മാത്രമേ ഉള്ളൂ വെയിറ്റ് ചെയ്യേണ്ടി വരുന്നത്. ആ വെയിറ്റ് ചെയ്യുമ്പോൾ ബെനിഫിറ്റ് ഇല്ലെന്ന് കണ്ടാൽ ഞാൻ കട്ട് ചെയ്ത് കളയും, ചിലപ്പോൾ ചെറിയ ലോസിൽ കട്ട് ചെയ്ത് കളയും. ഇനി അടുത്തത് ഓയിൽ ഇന്ത്യ എന്ന് പറയുന്ന ഷെയർ. ഓപ്പണിങ്ങിൽ പ്രീവിയസ് ഡേ ഫ്ലാറ്റ് ഓപ്പണിംഗ് ഒന്ന് നേരെ കയറി R3യുടെ അടുത്ത് വരെ പോയി. ഈ റേഞ്ചിലൊക്കെ വേണം എൻട്രി എടുക്കാം. പക്ഷേങ്കിൽ അത് എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ നമ്മളത് ചെയ്ത് കഴിഞ്ഞാൽ പേടിച്ചു പോകും. ചിലപ്പം കുറച്ചുകൂടെയൊക്കെ മുകളിലോട്ട് പോയാൽ പേടിക്കും. നമ്മൾ ചെയ്യേണ്ടത് ഈ ലെവലിന് മുകളിൽ പോയി തിരിച്ചിറങ്ങുകയാണെങ്കിൽ ഇവിടെ എടുത്താൽ മതി. ഇത് പോകാത്തതുകൊണ്ട് ഈ താഴത്തെ ലെവലിൽ നിന്ന് ഇവിടെ എടുക്കും. 590 റേഞ്ചിൽ നമ്മളെടുത്താൽ 567 വരെ. അപ്പോൾ ഏകദേശം 22-23 രൂപ പ്രോഫിറ്റ്. പിന്നെ ആ റേഞ്ചിൽ കിടന്ന് കളിക്കുന്നതേ ഉള്ള ഷെയർ. അതിനുശേഷം ഹിന്ദു ഓയിൽ എക്സ്പ്ലോറേഷൻ എന്ന് പറയുന്ന ഷെയർ ഓപ്പണിങ്ങിൽ തന്നെ പ്രീവിയസ് ഡേ ഹൈ അടിച്ച് ഇറങ്ങി. പ്രീവിയസ് ഡേ ഹൈ അടിച്ചിട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ 211 റേഞ്ചിൽ ഒരു എൻട്രി എടുത്താൽ 203 ഏകദേശം 8 രൂപ 9 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് അത് തരുന്നുണ്ട്. ഇനി അടുത്തത് റേറ്റ് ഗെയിൻ എന്ന് പറയുന്ന ഷെയർ. ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്തിരുന്ന ഷെയറുകളാണ്. ഓപ്പണിങ്ങിൽ കണ്ടില്ലേ, പ്രീവിയസ് ഡേ ഹൈ അടിച്ചു ഇറങ്ങി 917 റേഞ്ച് ഒരു എൻട്രി എടുത്താൽ 875 42-43 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് അത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം MRPL എന്ന് പറയുന്ന ഷെയർ. MRPL ഓപ്പണിങ് ഡൗൺ ഓപ്പണിങ് വന്ന് നേരെ പോയി പ്രീവിയസ് ഡേ ഹൈ അടിച്ചു ഇറങ്ങി. നമ്മൾ 244 റേഞ്ച് ഒരു എൻട്രി എടുത്താൽ നമുക്ക്
എന്നിട്ട് 36 ഏകദേശം 8 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. അതിനുശേഷം വീണ്ടും അവിടെ വരുന്നുണ്ട്, വീണ്ടും ഇറങ്ങാം. അപ്പം വീണ്ടും ഇവിടുന്ന് എടുത്താൽ വീണ്ടും ഒരു 6 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് വരുന്നുണ്ട്. അതിനുശേഷം ടെക്സ്മോ പൈപ്പ് എന്ന് പറയുന്നത് പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ പോയി തിരിച്ചിറങ്ങി, ഹൈയുടെ മുകളിൽ പോയി അടുത്ത ലെവലിൽ പോകുന്നില്ല, തിരിച്ചിറങ്ങുക ചെയ്തത്. അപ്പോൾ നമ്മൾ പ്രീവിയസ് ഡേ ഹൈയുടെ താഴെ ഒരു എൻട്രി എടുക്കുക. 102 എൻട്രി എടുത്താൽ 98 സംതിങ് വരെ ഏകദേശം 4 രൂപയ്ക്ക് അടുത്ത് വീണ്ടും അത് അവിടെ വരുന്നുണ്ട്, 102 വരുന്നുണ്ട്. വീണ്ടും അത് 98 റേഞ്ചിലോട്ട് തന്നെ വരുന്നുണ്ട്. പല പ്രാവശ്യം 1-2 പ്രാവശ്യം 4 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് വരുന്നുണ്ട്. അതിനുശേഷം JSFB എന്ന് പറയുന്നൊരു ഷെയർ പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ പോയി കട്ട് ചെയ്ത് ഇവിടെ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ എൻട്രി എടുക്കും. ഇപ്പം ഞാനാണെങ്കിൽ ഇവിടെ എൻട്രി എടുക്കത്തില്ലെന്നോ, ഞാൻ ജസ്റ്റ് ഒരു കട്ടിങ് പെട്ടെന്ന് തിരിച്ച് കയറുന്നുണ്ട്. പക്ഷേ ഞാനിവിടെ എൻട്രി എടുക്കും, ഈ റേഞ്ചിൽ എൻട്രി എടുക്കും. ഇവിടെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ ഹൈ സ്റ്റോപ്പ് ലോസ് ഇടും. ഇവിടെ എടുത്താർക്കും പ്രോബ്ലം ഒന്നുമില്ല, അത് ഹൈ അടിക്കുന്നില്ല. ഇവിടെ നമ്മൾ ഹൈയുടെ മുകളിൽ കൊണ്ട് സ്റ്റോപ്പ് ലോസ് ഇടും. 437 എൻട്രി എടുത്താൽ 422 വരെ 15 രൂപയ്ക്ക് അടുത്ത് ലാസ്റ്റിലാകുമ്പോൾ വീണ്ടും അത് 416 പോകുന്നുണ്ട്. നല്ല പ്രോഫിറ്റ് അതിൽ കൊടുക്കുന്നുണ്ട്. അടുത്തത് സെലക്ട്സ്. പ്രീവിയസ് ഡേ ഹൈ അടിച്ചു ഇറങ്ങി. നമ്മൾ ഈ താഴെ 1123 റേഞ്ച് എടുത്ത 5 മിനിറ്റ് കൊണ്ട് തന്നെ 1063 വരെ ഏകദേശം ഇവിടെ തര 23, ഇവിടെ 23 ഏകദേശം 65-70 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ടിപ്സ് ഇൻഡസ്ട്രീസ്. ടിപ്സ് ഇൻഡസ്ട്രീസ് പ്രീവിയസ് ഡേ ഹൈ പോയി തിരിച്ചിറങ്ങിയപ്പോൾ നമ്മളിവിടെ എൻട്രി എടുത്താൽ 484-85 റേഞ്ച് എടുത്താൽ 475, 472 വരെ ഏകദേശം 13 രൂപ 12-13 രൂപ പ്രോഫിറ്റ് അവിടെ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഐനോക്സ് ഇന്ത്യ എന്ന് പറയുന്ന ഷെയർ. ഐനോക്സ് ഇന്ത്യ ഓപ്പണിങ്ങിൽ നേരെ പോയി R1 അടിച്ചു ഇറങ്ങി. R1-ൻ്റെ അവിടെ നമ്മൾ എൻട്രി എടുക്കും. R1 താഴെ വരുമ്പോൾ 1117 റേഞ്ചിലെടുത്താൽ നമുക്ക് 1186 30-32 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്കിങ്ങനെ ഒരു ഇത് ആവറേജ് ആയിരിക്കാം ഈ വരുന്നത്. അന്നേരം വരെ ട്രേഡ് അതിൻ്റെ ആവറേജ് റേഞ്ച് ആയിരിക്കും. അവിടെ നിന്ന് വീണ്ടും നല്ല രീതിയിൽ ഇറങ്ങുന്നുണ്ട്. ഇതൊക്കെ നല്ല എക്സ്പീരിയൻസ് ആയി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ചെയ്യുക. പിന്നെ NLC ഇന്ത്യ എന്ന് പറയുന്നത് നെയ്വേലി ലിഗ്നൈറ്റ്. ഓപ്പണിംഗ് ഫ്ലാറ്റ് ടു നെഗറ്റീവ് പോയി നേരെ പോയി പ്രീവിയസ് ഡേ ഹൈ അടിച്ചു തിരിച്ചിറങ്ങി. പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ നിന്ന് തിരിച്ചിറങ്ങുന്ന 259 റേഞ്ചിൽ നിന്ന് നമ്മൾ എൻട്രി എടുത്താൽ 250 വരെ 9 രൂപയ്ക്ക് എടുത്ത് പ്രോഫിറ്റ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കഴിഞ്ഞ ദിവസം ട്രേഡ് നമുക്ക് ചാൻസ് തന്നെ. അതിനകത്ത് ആൾക്കാർ നല്ല രീതിയിൽ പ്രോഫിറ്റ് നോക്കി ചെയ്യുന്നവരെ. ഇപ്പോൾ ഇതിനകത്ത് കൂടുതലും ആൾക്കാർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പ്രീവിയസ് ഡേ ഹൈ അടിച്ച് തിരിച്ചിറങ്ങി നമ്മളിവിടെ എൻട്രി എടുക്കാതെ ഇതിങ്ങനെ താഴെ ഇത് എൻട്രി എടുക്കേണ്ടത് 259 അല്ല 258 റേഞ്ചിലെങ്കിലും എൻട്രി എടുക്കണം. ഈ റേഞ്ചിൽ എടുക്കാതെ ഇത്രയും താഴെ വന്നു കഴിയുമ്പോൾ ആൾക്കാർക്ക് ഒരു കൺഫേം ട്രെൻഡ് പോലെ തോന്നും. ഇവിടുന്ന് താഴോട്ട് പോകുമല്ലോ. ഇവിടെ എടുത്ത ഒരു പ്രയോജനമില്ല, കണ്ടില്ലേ. ഒന്ന് റേറ്റ് ടു റേറ്റ് കട്ടാകും. അതല്ല ഇതിൻ്റെ ആവറേജ് ഈ റേഞ്ചിലെങ്ങാണെങ്കിൽ അത് തിരിച്ച് ആവറേജ് കയറി വരികയാണെങ്കിൽ നമുക്ക് ലോസും ആകും. നമ്മളെന്ത് ചെയ്യേണ്ടത് റേഞ്ച് പ്രീവിയസ് ഡേ ഹൈയുടെ താഴെ കട്ട് ചെയ്തോ, മുകളിലൊരു ഹൈ അടിച്ചിട്ട് പ്രീവിയസ് ഡേ ഹൈയുടെ താഴെ വന്നോ എൻട്രി കൊടുക്കുക. അതല്ല R1 പോയിട്ട് തിരിച്ചിറങ്ങുകയാണെങ്കിൽ അന്നേരം എൻട്രി കൊടുക്കുക. അതിൻ്റെ മുകളിലത്തെ സ്റ്റോപ്പ് ലോസ് ഇടുക. അന്നേരം വന്ന ഹൈയുടെ മുകളിൽ സ്റ്റോപ്പ് ലോസ് ഇടുക. അത്രയേ ഉള്ളൂ കാര്യങ്ങൾ. പക്ഷേ ഈ കൂടുതൽ ചിന്തിക്കേണ്ട കാര്യമേ ഇല്ല. ലെവലിൽ താഴെ വന്ന് എൻട്രി എടുക്കുക, സ്റ്റോപ്പ് ലോസ് അതിൻ്റെ ഹൈ കൊണ്ടിടുക. ഈ ചിന്തിക്കും ഇത് കറക്റ്റാണോ, ഒത്തിരി കൺഫേം ട്രെൻഡ് ആണോ എന്നൊക്കെ നോക്കി വരുമ്പോഴത്തേന് ഇത്രയും താഴെ പോകും. ഇവിടെ വന്ന് എൻട്രി എടുത്തിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ തിങ്കളാഴ്ച എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ഡേ ആശംസിക്കുന്നു. ബൈ.